പ്രിയപ്പെട്ടവരെ, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. എപ്പോഴും വൃത്തിയും വെടിപ്പുമായിട്ട് നടക്കാൻ നമുക്ക് ഏറെ ഇഷ്ടമാണ്. നമ്മൾ പൊതുവിൽ 2 നേരം കുളിക്കുന്നവരായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. പൊതുവിൽ മിക്കവർ 2 നേരം കുളിക്കാറുണ്ട്, ചിലർ അതിൽ കൂടുതലും കുളിക്കാറുണ്ട്. എങ്കിലും മലയാളികളുടെ ഒരു ശീലമാണിത്. അവർക്ക് എപ്പോഴും ശരീരം ശുദ്ധിയായിട്ടിരിക്കണമെന്നുള്ളതാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 കുളി എന്ന് പറയുന്ന നിർബന്ധമാണ്. രാവിലെ അവർക്ക് കുളിച്ച് വിളക്ക് തെളിയിക്കണം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണം. വൈകുന്നേരം വന്ന് ദേഹം കുളിച്ച് ശുദ്ധീകരിക്കണം. ഇതൊക്കെ അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയും കുളിയും ചര്യകളുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കുളിയുടെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. അപ്പോൾ ഈ കുളിക്കുന്ന സമയത്ത്, ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ മന്ത്രജപങ്ങളും മറ്റുമൊക്കെ നമുക്ക് പണ്ട് മുതലേ ആചാര്യന്മാർ പറഞ്ഞു തരും. സൂര്യനെ സ്തുതിക്കേണ്ടത്, ഗായത്രി മന്ത്രം ജപിക്കേണ്ടത്, അങ്ങനെ ഉള്ള പല കാര്യങ്ങളും പറഞ്ഞു തരും. അന്ന് പുഴയിലാണ് നമ്മളെല്ലാവരും കുളിക്കുന്ന കാലഘട്ടം. ഇന്ന് നമ്മൾ വീട്ടിനകത്ത് നമ്മുടെ കുളിമുറിയിൽ, ചിലപ്പോൾ ഷവറിൽ നിന്ന്, അങ്ങനെ പല രീതിയിലാണ് കുളിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കുളിക്കാൻ പോകുമ്പോൾ എന്താണ് ചെയ്തിരുന്നത്? ആദ്യം കാല് നനച്ചിട്ട് ശരീരം നനയ്ക്കുക. ഒരു പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാലാണല്ലോ നനയുക. കാല് നനച്ചിട്ട് ശിരസിലേക്ക് വെള്ളം ഒഴിക്കുന്ന രീതി. പകുതി വരെ നമ്മൾ ഇറങ്ങും, ചിലപ്പോൾ മുങ്ങി കുളിക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മനുഷ്യന്റെ ഒരു ആ ജീവിതക്രമത്തിൽ നമ്മൾ കാല് നനച്ചിട്ട് തന്നെ കുളിക്കണമെന്നാണ് വിധികളിൽ പറയുന്നത്. ചിലർ നേരെ ചെന്നുകൊണ്ട് തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കും. അതൊരു തെറ്റായ വിധിയായിട്ടാണ് പറയപ്പെടുന്നത്. കാല് ഒന്ന് നനച്ച് അതിൻ്റെ ആ തണുപ്പ് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ കുളിക്കണമെന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, കുളിച്ച് കയറുന്നതിന് മുമ്പ് നമ്മൾ അവസാനത്തെ ജലം ശിരസിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരീയമായ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് ലഭിക്കും എന്നാണ് പറയുന്നത്. അത് കൃത്യമാണ് കേട്ടോ. വളരെ തളർന്നു നിൽക്കുന്ന മാനസികാവസ്ഥ, പലതരം ടെൻഷനോട് കൂടിയിരിക്കുന്ന വ്യക്തികൾ, അവരിലെല്ലാം തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ, അവർ കുളിച്ച് കയറുന്നതിന് മുമ്പ് അവരിത് ചെയ്തപ്പോൾ അവർക്ക് പിന്നീടുള്ള ആ ദിവസങ്ങളെല്ലാം വളരെ ഗുണപരമായിട്ട് അവരുടെ ജീവിതം തന്നെ വളരെ വ്യത്യസ്തമായ തരത്തിൽ മാറി വന്നു എന്നാണ് പറയുന്നത്. വളരെ ഗുണകരമായിട്ട് എല്ലാം മാറി എന്നൊക്കെ അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ശരി, നമുക്കത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് ശുദ്ധിയോടുകൂടി ഈശ്വരന്മാരെ സ്മരിച്ചുകൊണ്ട് കുളിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൂര്യനെയും വരുണനെയും സ്തുതിച്ചുകൊണ്ടാണ് ആദ്യത്തെ ജലം ഒഴിക്കേണ്ടതെന്നാണ് പറയണേ. സൂര്യനെ, നമ്മുടെ ശരീരത്തിൻ്റെ ഊർജങ്ങളെയെല്ലാം നമുക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി സൂര്യനെ പ്രാർത്ഥിക്കണം. വരുണൻ ജലവുമായി ബന്ധപ്പെട്ട ദേവനാണ്. അപ്പോൾ വരുണനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വീഴുന്ന ഓരോ തുള്ളി ജലവും ഗംഗയ്ക്ക് സമാനമാകണം എന്നാണ് വിധികളിൽ പറയുന്നത്. കാര്യം ഗംഗ എന്നാൽ പവിത്രമാണ്, എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ് ഗംഗ. ഗംഗാ സമാനമായിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളത്തെ പണ്ട് പുണ്യാഹം സൃഷ്ടിച്ച് പുണ്യാഹമാക്കി മാറ്റിയിട്ടാണ് കുളിക്കുന്നത്. പക്ഷെ ഇന്നങ്ങനെയൊന്നും നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുണ്ടാവില്ല. പക്ഷേ അങ്ങനെയാണ് ഒരു കാലത്ത് നമ്മുടെ തറവാടുകളിലെല്ലാം ചെയ്തു പോന്നിരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ കുളിച്ച് കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുക. അതായത് നമ്മളൊരു കപ്പിലോ മറ്റോ വെള്ളം അവസാനം ഒന്ന് എടുത്ത് ശിരസിലൂടെ ഒഴിച്ച് കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ഒരു മന്ത്രം ഒന്ന് ജപിക്കുക. മന്ത്രം ഞാൻ ആദ്യം ഒന്ന് എഴുതി കാണിക്കാം. ഓം ഗംഗായൈ വിശ്വമുഖ്യേ മഹാശക്തിയേ ദേഹ സംരക്ഷണമിതം നമോ നമഃ. അതായത് നമ്മൾ പുണ്യാഹത്തിന് ഒരു ഗംഗയുടെ മന്ത്രം പൊതുവിൽ ഉപയോഗിക്കും. ഗംഗായ വിശ്വമുഖ്യേ നാരായണ്യേ നമോസ്തുതേ. അതിൻ്റെ ഒരു പിരിവ് മന്ത്രമാണ് ഇതെന്നുള്ളത്. അതായത് ഈ ഗംഗ എന്ന് പറയുന്ന മഹാദേവി നമ്മളിനി എടുത്ത് ശിരസിലൂടെ ഒഴിക്കാൻ പോകുന്ന വെള്ളത്തിലൂടെ അത് ആ മന്ത്രശക്തിയാൽ പ്രകാശിതമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവിലുള്ള നെഗറ്റീവുകളാകുന്ന ദുഷ്ടശക്തികളെ നീക്കം ചെയ്ത് നമ്മുടെ ശരീരത്തെ ഏറ്റവും ആരോഗ്യപൂർണ്ണമാക്കണം എന്നുള്ളൊരു മന്ത്രത്തോടു കൂടിയാണ് നമ്മളിത് ഒഴിക്കുന്നത്. അതോടുകൂടി നമ്മുടെ ശരീരം ശുദ്ധമാകും എന്നുള്ളത് മാത്രമല്ല, ശുദ്ധമായ ശരീരത്തിൽ എന്തുണ്ടാവും?
നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏത് ദേവതയാണ് നമ്മുടെ പ്രധാന മഹാദേവൻ, ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ, ആരായുടെ അവരുടെ പൂർണ്ണമായ പ്രൊട്ടക്ഷൻ നമുക്കതോടുകൂടി കിട്ടുകയാണ്. പലപ്പോഴും ശരീരം മനസ്സും തുലനം ചെയ്താണ് നമ്മുടെ ഈശ്വരാധീനം വർക്ക് ചെയ്യുന്നത്. ചിലർ പറയും മനസ്സ് മാത്രം ശുദ്ധിയായിരുന്നാൽ മതി എന്നാണ്. പക്ഷെ നമ്മുടെ ആരാധനാക്രമത്തിൽ നമ്മൾ കുളിച്ചിട്ടേ ക്ഷേത്രത്തിൽ പോവുള്ളൂ. അതെന്താണ്? ദേഹം ശുദ്ധിയായിട്ടിരുന്നു കഴിഞ്ഞാൽ പകുതി മനഃശുദ്ധി അതിലൂടെ കിട്ടുമെന്നാണ് പറയണേ. നമ്മൾ കുളിക്കാതെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിന്റെ മടുപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കുളിച്ചിട്ടാണ് പോകുന്നെങ്കിൽ ഒരു പ്രസരിപ്പ് നോക്കൂ. മനഃശുദ്ധി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശുദ്ധിയും കൂടെ പ്രാധാന്യമാണ് കേട്ടോ. ആ പ്രസരിപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി, ആ ഭക്തി, ആ നിർമ്മലത, ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിക്കുക ശുഭമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മന്ത്രം ചൊല്ലി കുളിച്ചു കഴിഞ്ഞാൽ എന്താണ് നേട്ടം? ആ നമ്മിലേക്ക് ഒരു 90% ഈശ്വരാധീനം വന്നിട്ടുണ്ടെങ്കിൽ അത് 100% മാറാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഇതുകൊണ്ട് നമ്മളിലെ ബാധിച്ചിരിക്കുന്ന പലതരം നെഗറ്റീവ് വികാരങ്ങൾ ഒഴിഞ്ഞു പോകും. പലതരം രോഗങ്ങൾ തുടക്കം ഇട്ടിരിക്കുകയാണെങ്കിൽ ആ രോഗങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരാതെ നമ്മളെ അത് മാറ്റിയെടുക്കും. പലതരം ശത്രുദോഷങ്ങൾ നമ്മളെ ചൂഴ്ന്ന് നിൽക്കുകയാണെങ്കിൽ ആ ശത്രുദോഷങ്ങളുടെ തീവ്രത കുറഞ്ഞിട്ടും ചിലപ്പോൾ മാറിയും കിട്ടും. ഇത് തുടർച്ചയായിട്ടാണ് നമ്മൾ അനുവർത്തിച്ചു പോകണമെങ്കിൽ ഇത് വളരെ നല്ലൊരു മന്ത്രമാണ്, ദിനചര്യയിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നും, സ്ത്രീകൾക്ക് അവരുടെ അശുദ്ധ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കും. ശരിക്കും ഇത് ഏതൊരാൾക്കും ഏതൊരു ദിവസം ഏത് ചര്യയിലും ഉപയോഗിക്കാവുന്ന ഒരു മന്ത്രമായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ കുളിച്ച് കയറുന്നതിന് മുമ്പ് ഇത് ജപിച്ചൊഴിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഗംഗാസ്മരണം ചെയ്ത് ഗംഗ ഇങ്ങനെ ഒഴുകി വന്ന് നമ്മുടെ ശിരസിലൂടെ കടന്നു പോകുന്നതായിട്ട് സങ്കല്പിച്ചാലും മതിയെന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഭക്തിയൊന്നും കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലി ജപിച്ചൊഴിക്കുകയാണെങ്കിൽ വളരെ ഗുണകരമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.